ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. 1-2 ക്യാൻഡിൽ നമ്മൾ ഇന്നലെ എക്സാക്ട്ലി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1-2 ക്യാൻഡിൽ ഒരു മൊമെന്റം ഉണ്ടാവുന്നു, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു സൈഡ് വേസ് മാനറിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വലിയ മൊമെന്റം ഒന്നും കാണിക്കാണ്ട് പോകുന്നു. ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇന്നൊരു ബ്രൂട്ടൽ ട്രാപ്പ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്, അല്ലെ? ബട്ട് അതിന്റെ കോൺട്രറി സൈഡിൽ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഏകദേശം 280 പോയിന്റ്സോളം താഴെ നിന്ന് ഏറ്റവും ബോട്ടം നിന്നിട്ട് നല്ല രീതിയിൽ ഒരു വണ്ടർഫുൾ മൂവ് തന്നിട്ടുണ്ട്. സോ രാവിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ ഒരു ലെവലിന്റെ മുകളിൽ എനിക്കും അവിടെ ട്രേഡ് വന്നു. ആൻഡ് സഡൻ റിവേഴ്സൽ ആയതുകൊണ്ടും ആൻഡ് അതുപോലെ തന്നെ ആ ഒരു വലിയ ക്യാൻഡിൽ ആയതുകൊണ്ടും 300 പോയിന്റ്സിന്റെ കണ്ട് ക്യാൻഡിൽ ഉണ്ടായിട്ടുള്ള 50 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടും അതിനകത്ത് പ്രീമിയം ഭയങ്കരമായിട്ട് ഷൂട്ടായി പോയി. ബട്ട് അതിന് ഓട്ടോമാറ്റിക്കലി അതായത് യൂഷ്വലി ഉണ്ടാവുന്നതാണ്. ഒരാൾ കമന്റും ചെയ്തു, ഇൻ ബിറ്റ്വീൻ മാർക്കറ്റിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് ആ ഒരു പ്രീമിയത്തിന്റെ കേസ് ഞാൻ പറഞ്ഞത്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെന്നുള്ളത്. സോ ഞാൻ ചാർട്ടിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. സോ ഇങ്ങനെയൊക്കെയാണ് ഇന്ന് മാർക്കറ്റിന്റെ സിനാരിയോ ഉണ്ടായിട്ടുള്ളത്. സോ നാളെ നമ്മളുടെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. മറ്റന്നാൾ മഹാശിവരാത്രി ആയതുകൊണ്ട്, വെള്ളിയാഴ്ച മഹാശിവരാത്രി ആയതുകൊണ്ട് മാർക്കറ്റ് ഓഫാണ്. സോ അതുകൊണ്ട് തന്നെ നാളെയാണ് സെൻസെക്സിന്റെ എക്സ്പയറി ഉണ്ടാവാനുണ്ട്, അല്ലെ? സോ ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ നാളത്തെ നിഫ്റ്റിയുടെ എക്സ്പയറിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. കാരണം ഇന്ന് നിഫ്റ്റിയിൽ നമുക്ക് നല്ലൊരു മൂവ് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് നിൽക്കുന്നത് ഓൾ ടൈം ഹൈയിലാണ്. സോ ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ടിലേക്ക് പോകാം. ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസുകൾ നമുക്ക് ചാർട്ടിൽ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു 2 ലെവലായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് എന്ത് ചെയ്തില്ല, ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, നേരെ താഴത്തേക്ക് വന്നു. ബട്ട് നമ്മൾ പറഞ്ഞ ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് വന്നാൽ എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ലോവർ ലെവലിൽ നിന്ന് മാർക്കറ്റ് മാർക്കറ്റ് എന്തായിട്ടുണ്ട്, ഈ ഒരു പോയിന്റിൽ നിന്ന് ഏകദേശം മാർക്കറ്റ് 370 പോയിന്റ്സ് അപ്പർ സൈഡിലേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഓൾ ടൈം ഹൈയിലാണ്. സോ എന്താണ് മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇവിടെ നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല. ഓഫ് കോഴ്സ് നമുക്ക് ഈ ഒരു പോയിന്റിൽ നോക്കിയാൽ അത് കാണാൻ പറ്റുന്നില്ല. ബട്ട് പ്രീവിയസ്ലി നമുക്ക് ഓരോരോ പോയിന്റിൽ ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോഴും മാർക്കറ്റ് ഓരോരോ സമയം ഓൾ ടൈം ഹൈ ഉണ്ടാക്കുമ്പോഴും അവിടെ കാണുന്ന ഒരു സിനാരിയോ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പോയിന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് എന്തായി, ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് കയറാൻ നോക്കി. ഇതൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് ഷാർപ്പായിട്ടൊരു ഫോളോ വന്നു. എഗെയിൻ മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ ഉണ്ടാക്കി, അവിടുന്ന് ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഫോളോ വന്നു. സോ ഓൾ ടൈം ഹൈയിലേക്ക് കയറുന്നു മാർക്കറ്റ്, അവിടുന്ന് എഗെയിൻ നല്ല രീതിയിലൊരു ഷാർപ്പ് ഫോൾ ഉണ്ടാക്കുന്നു, അല്ലെ? ഈ ഒരു പോയിന്റിന് ശേഷം ഇവിടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് സസ്റ്റെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല മാർക്കറ്റിന്. എന്നാലും ഈ ഒരു പോയിന്റിലും എന്താ ഉണ്ടായിട്ടുള്ളത്, മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തി, അവിടുന്ന് ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ എഗെയിൻ കാണിക്കുന്നു. ആൻഡ് ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ നമുക്ക് ഓൾ ടൈം ഹൈയിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, ഇതുപോലെയുള്ള സിനാരിയോ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് ഈ ഒരു ലെവലിന്റെ മുകളിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഓൾ ടൈം ഹൈ നമ്മൾ നേരത്തെ നോക്കി ഈ ഒരു പോയിന്റ് ആണ്. അതിനുശേഷം മാർക്കറ്റ് എഗെയിൻ ഓൾ ടൈം ഹൈ ഉണ്ടാക്കി ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ തന്നു. എഗെയിൻ മുകളിലേക്ക് പോകാൻ നോക്കി ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ തന്നു. എഗെയിൻ ഹൈ ഉണ്ടാക്കി ഷാർപ്പായിട്ടുള്ള ഒരു ഫോളോ തന്നു. സോ ഇത് ഈ ഒരു ചാർട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ നമുക്ക് വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം എഗെയിൻ ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സിനാരിയോ തന്നെ ഉണ്ടായിട്ടുള്ളത്, അല്ലേ? സോ ഇത് ഓൾ ടൈം ഹൈ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെ നോക്കാൻ പറ്റില്ല. ബട്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും എഗെയിൻ സെയിം സിനാരിയോ ഉണ്ടായിട്ടുള്ളത്. സോ ചാർട്ട് റിപ്പീറ്റ് ഇറ്റ് സെൽഫ് അങ്ങനെയല്ലേ പറയണത് നമ്മൾ, അതല്ലേ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. പ്രീവിയസ്ലി ഉണ്ടായിട്ടുള്ള ചാർട്ടിനെ നോക്കിയിട്ട് ഇപ്പോഴത്തെ ചാർട്ടിനെ വിലയിരുത്തുക എന്നുള്ളതാണല്ലോ ട്രേഡിംഗ്, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ്, പ്രൈസിനെ വായിക്കുക എന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ എഗെയിൻ ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് ഷൂട്ടപ്പ് ആയി പോയി കഴിഞ്ഞാലും താഴത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി അവിടെയുണ്ട്. മാർക്കറ്റ് ഓഫ് കോഴ്സ് 100 ബുള്ളിഷ് തന്നെയാണ് നിഫ്റ്റി ഉള്ളത്. ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ചത്ത് കിടക്കുകയായിരുന്നു രാവിലത്തെ മൊമെന്റത്തിന് ശേഷം. ബട്ട് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനൊരു സിനാരിയോ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഒരു ഓൾ ടൈം ഹൈ ഉണ്ടായി കഴിഞ്ഞാൽ, നല്ലൊരു സ്ട്രോങ് മൊമെന്റം ഉണ്ടായി കഴിഞ്ഞാൽ, ഓൾ ടൈം ഹൈയിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഒരു സെൽ ഓഫ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു പോയിന്റ് നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം. ഈ ഒരു ചിന്ത വെച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ നാളത്തെ എക്സ്പയറിയിലേക്ക് നോക്കേണ്ടത്. സോ എന്താണ് 50 മിനിറ്റ് ചാർട്ടിൽ നാളെ ഞാൻ എക്സ്പയറി ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ, നാളെ എക്സ്പയറി ലെവൽസ് ആയിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നത് സെല്ലിംഗ് എന്ന് പറയുന്ന പരിപാടി വരാൻ പോകുന്നത്. അതായത് നമ്മളെ ലൈവ് മാർക്കറ്റിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഏകദേശം 425 എന്നുള്ള ലെവലിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു ചെറിയ സെല്ലിങ്ങിലുള്ള ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് കിട്ടുള്ളൂ. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ലെവൽ എന്ന് പറയുന്നത് 22 420 എന്നുള്ള ലെവലിന് എടുക്കാം. 420 to 420.
സോ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ഓൺ ദ അപ്പർ സൈഡ് നോക്കാനും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പിന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള ഹഡിൽ കാണാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 500 ആണ്. സോ നമുക്ക് 520 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 520യുടെ മുകളിലേക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ നല്ലൊരു അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റ് നമുക്ക് കാണാൻ പറ്റും. ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഏതൊരു പോയിന്റിലും പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധ്യതയുണ്ട്. പ്രീവിയസ്ലി നമ്മളോട് ചാർട്ട് പറയുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് SL-നെ ട്രയൽ ചെയ്തുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോവുക. ഒരിക്കലും എക്സ്പയറി ആണ് നമ്മളുടെ പിന്നെ 100 രൂപയുള്ള ക്യാപിറ്റൽ 1000-ലേക്ക് എത്തണം എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാൻ പാടില്ല. സ്ട്രിക്റ്റ് ആയിട്ട് SL ട്രയൽ ചെയ്തുകൊണ്ട് പോവുക. ആൻഡ് അത് മാത്രമല്ല, ഇവിടുന്ന് ഒരു സെൽ ഓഫ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ വെച്ചിട്ട് ഇവിടെ ഒരിക്കലും നിങ്ങൾ ഷോർട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. കാരണം മാർക്കറ്റിൽ ഇന്ന് കാണാൻ പറ്റുന്ന നല്ല ഒരു ഷാർപ്പ് ബൈയിങ് ആണ്. ഇതിന്റെ ഫോളോ അപ്പ്, ഇതിന്റെ കണ്ടിന്യൂഷൻ മൊമെന്റ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അഗെയിൻ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ബാങ്ക് നിഫ്റ്റിക്ക് ഇനിയും ഓൾ ടൈം ഹൈ കുറച്ചുകൂടി ദൂരെയാണ് എന്നുള്ളതാണ്. സോ വാച്ച് ചെയ്യേണ്ട എങ്ങനെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്? ലൈക്ക് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഇതിനെ മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റ് നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി ക്യാൻഡിൽ പറ്റുന്നുണ്ടെങ്കിൽ ട്രയൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആൻഡ് തോന്നലൊക്കെ മാറ്റി വെച്ചിട്ട് ഏറ്റവും മിനിമം ഒരു 20 EMA-നെങ്കിലും പ്ലോട്ട് ചെയ്തിട്ട് അതിന്റെ താഴെ വന്നാൽ മാത്രമേ ഷോർട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലെങ്കിലും നോക്കുക. സോ പ്രൈസ് ആക്ഷൻ നോക്കുന്ന ആൾക്കാരെ നാളെ മുതൽ പോയിട്ട് 20 EMA നോക്കാനല്ല ഞാൻ പറയുന്നത്. ഒരു ചിന്തയും ഇല്ലാണ്ട് ഷോർട്ടിലേക്ക് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെയർ മിനിമം നിങ്ങൾ ആ ഒരു 20 EMA-നെ യൂസ് ചെയ്യുക. അതിന്റെ താഴെ വന്നാൽ മാത്രമേ ഷോർട്ടിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. മാർക്കറ്റിന്റെ സെന്റിമെന്റ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബുള്ളിഷ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. ബാങ്ക് നിഫ്റ്റി രാവിലെ ബുള്ളിഷ് ആയിരുന്നു, അതിനുശേഷം എക്സ്പയറി ആയത് കാരണം മാത്രം സൈഡ് വേസ് ആയി എന്നുള്ളതാണ്. ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നാളെ ഗ്യാപ്പ് ഡൗൺ ആണ് മാർക്കറ്റ് ഉണ്ടാവുന്നതെങ്കിൽ അത് നാളെ ഒരു വോൾട്ടൈൽ എക്സ്പയറി തന്നെ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുന്നതോടുകൂടി ഇവിടെ പുതിയ സെല്ലേഴ്സ് ആക്റ്റീവ് ആവും. ആൻഡ് ഈ ഒരു ലെവലിൽ പ്രീവിയസ്ലി ഒരു ഹഡിലുള്ള പോയിന്റ് ആണ്. ഇവിടെ അഗെയിൻ പുതിയ സെല്ലേഴ്സ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇത് ബയ്യറുടെ ടെറിട്ടറി ആയിട്ട് മാറും, ഇത് സെല്ലറുടെ പോയിന്റ് ആയിട്ട് മാറും. സോ ഇതിന്റെ ഉള്ളിലുള്ള ഒരു വോൾട്ടൈലിറ്റി എക്സ്പയറി മാത്രമായിരിക്കും. പ്രീമിയം പോകുന്ന വഴി കാണൂല. ഇന്ന് ഇത്രയും നല്ലൊരു മൂവ് തന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം ഉണ്ടാവും സിയിൽ. സോ എന്താണ് പ്രീമിയം അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അത്യാവശ്യം നല്ല പ്രീമിയം സിയിലുണ്ട്. സോ അവിടെ ഈ ഒരു സിയിനെ ഷോർട്ട് ചെയ്യാന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി അവർക്ക് എളുപ്പമായിരിക്കും. ബട്ട് അതേ ഒരു സമയത്ത് അവർ മാർക്കറ്റിനെ താഴത്തേക്ക് ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താവും, അവിടെ ഈ ഒരു ഷാർപ്പ് ഫോൾ ആണ് വരുന്നതെങ്കിൽ അവിടെ നല്ല രീതിയിൽ പിയിൽ പ്രീമിയം കൂടും അല്ലേ. സോ പിയിൽ പ്രീമിയം കൂടുക എന്ന് പറഞ്ഞാൽ സെല്ലർ എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എപ്പോഴാണ്? ഹയർ ലെവലിൽ സെല്ല് ചെയ്തിട്ട് ലോവർ ലെവലിൽ ബൈബാക്ക് ചെയ്യുമ്പോഴാണ്. സോ ഇവിടെയുള്ള പിയുടെ പ്രീമിയം ലെറ്റ്സ് അസ്യൂം 100 രൂപയാണെന്ന് വെക്കുക. ഇവിടുന്ന് മാർക്കറ്റ് നല്ലൊരു ഫോൾ താഴത്തേക്ക് തന്നു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി എന്താവും, 100 രൂപയുടെ പ്രീമിയം ഒരു 200-ലേക്ക് എത്തും. സോ ഈ 200-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി അവർക്ക് കിട്ടുന്നത് 100 രൂപയാണ്, ഇപ്പോഴത്തെ അവർക്ക് കിട്ടാൻ പോകുന്നത് 200 റുപ്പീസാണ്. സോ അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഒരൊറ്റ സിംഗിൾ ക്യാൻഡിലെ മൊമെന്റ് നമുക്ക് എക്സ്പയറി ഡേയ്സിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു സിംഗിൾ ക്യാൻഡിൽ അല്ലെങ്കിൽ 2 ക്യാൻഡിൽ ഒരു മൊമെന്റം കാണിക്കും. അത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ ഒരു സൈഡ് വേസ് മാനറിലേക്ക് മാറും. സോ അവിടെ ഒരു പ്രീമിയത്തിന് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ പുതിയ ബയേഴ്സിനെ ആക്റ്റീവ് ചെയ്യിപ്പിച്ചിട്ട്, അതായത് ഒരു പുതിയ ബയേഴ്സിനെ ആ ഒരു ബൈങ് മെന്റാലിറ്റിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവരെന്ത് ചെയ്യും, ആ ഒരു പ്രീമിയത്തിനെ ഹയർ ലെവലിൽ വെച്ചിട്ട് ഷോർട്ട് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് പ്രീമിയം DK തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ATM ഓരോ പോയിന്റിലെയും ATM-ലെ ചാർട്ട് എടുത്ത് നോക്കിയാൽ മതി. സോ ATM-ലെ ചാർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം നിങ്ങൾക്ക് ATM-ലും ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ റെസിസ്റ്റൻസിനെയും റെസ്പെക്ട് ചെയ്യും. സിയിലാണെന്നുണ്ടെങ്കിലും പിയിലാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് എന്ത് ചെയ്യും, ഓരോ റെസിസ്റ്റൻസിനെയും റെസ്പെക്ട് ചെയ്തിട്ട് താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ, ഇവിടെ പ്രീമിയം 100 രൂപ ഉണ്ടായിരുന്നത് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ റെസിസ്റ്റൻസിലേക്ക് എത്തുമ്പോൾ 180 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് പുതിയ സെല്ലിംഗ് ഉണ്ടാവും. സോ പ്രീവിയസ്ലി ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ കിട്ടാൻ പോകുന്നത് 100 ആയിരുന്നു. ഇനി ഈ പോയിന്റ് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 180 കിട്ടും. സോ ഇങ്ങനെയും കൂടി ചില കാര്യങ്ങൾ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യം കൂടി നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം. സോ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഇവിടെ ഒരു സൈഡ് വൈസ് എക്സ്പയറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓർ ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ഒരു റേഞ്ചിന്റെ മുകളിലായിട്ടുള്ള ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഇവിടെ ഒരു പ്രോപ്പർ റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ഒരു മൊമെന്റം കണ്ടിന്യൂ ആയിട്ട് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിൽ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, നിഫ്റ്റി ബാങ്ക് നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു ലെവലിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. ബട്ട് ഇവിടെയായിരുന്നു എൻ്റെ എൻട്രിയും വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ക്ലാസ്സിലായിരുന്നു, അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. സോ ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ എൻട്രിയും പ്ലാൻ ആവുന്നത്. ആൻഡ് അതിനുശേഷം ഈ ക്യാൻഡിലൊക്കെ ഓക്കെ ആയിരുന്നു. ബട്ട് ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് SL എടുത്തു. അതിനുശേഷം നമ്മുടെ ഡയറക്ഷനിലേക്ക് തന്നെ മാർക്കറ്റ് പോയി എന്നുള്ളതാണ്. ബട്ട് അതിനുശേഷം ഞാൻ നിഫ്റ്റിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. നിഫ്റ്റി ഭയങ്കര കോമഡി ആയിരുന്നു. നിഫ്റ്റിയിൽ ട്രേഡ് പ്ലാൻ ചെയ്തത്
ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടായിരുന്നു, ഇവിടെ വെച്ചിട്ട് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്തു. ട്രേഡിനെ പ്ലാൻ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള ആർക്കും മനസ്സിലാവാത്ത ലോജിക്കുകളോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇവിടുന്ന് മാർക്കറ്റിലൊരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ആൻഡ് ഇതിനകത്ത് വലിയൊരു കോമഡി വേറെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ ഒരു W ഫോർമേഷൻ ഉണ്ടായിട്ട് ഇവിടുന്ന് ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ആവുന്ന പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത്. മാർക്കറ്റ് ഇവിടെ എത്തി, ഞാൻ വെയിറ്റ് ചെയ്തു. എഗെയിൻ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഫെയിലിയർ ആവുന്ന പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിൽ ആ ഒരു ട്രേഡിനെ ഞാൻ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ഷൂട്ടായി മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റി. ആൻഡ് അഗെയിൻ ഇവിടെ വെച്ചിട്ട് ചെറിയ സ്കാൽപ്പിംഗ് ട്രേഡുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ബട്ട് ഈ ഒരു മൊമെന്റം ഓവറോൾ എനിക്ക് തോന്നുന്നു ഒരു 200+ പോയിന്റ്സ് ഞാനെടുത്ത സ്ട്രൈക്ക് എൻ്റെ ഡയറക്ഷനിലേക്ക് പോകുന്നത് ചുമ്മാ നോക്കി ഇരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരു ഡയറക്ഷണൽ മൂവിനെ ഞാൻ മിസ് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇവിടുന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കാൽപ്പ് എന്നുള്ള വ്യൂവിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം ഇവിടുന്ന് പുൾ ബാക്ക് വരാത്തത് കൊണ്ട് തന്നെ സ്കാൽപ്പ് എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഇതിനെ SL ആയിട്ട് കീപ്പ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മൊമെന്റത്തിനെ എനിക്ക് വാച്ച് ചെയ്യാനും പറ്റുമായിരുന്നു. ഓക്കെ, കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നാളേക്ക് എന്താണ് വാച്ച് ചെയ്യേണ്ടത്, നാളത്തെ ലെവൽസ് ആയിട്ട് 4800 എന്നുള്ള ലെവൽ ക്രൂഷ്യലായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 4800 എന്നുള്ള ലെവലാണ്. 110 എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാം. സോ ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്കുള്ള ഒരു മൊമെന്റം പക്കയായിട്ട് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. ഇന്ന് ബാങ്ക് നിഫ്റ്റി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാത്തത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. ബാങ്ക് നിഫ്റ്റിയിലെ കോമ്പോണൻസ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഓൺ ദ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 47,880 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. 880യുടെ താഴെ വന്നാൽ ചെറിയൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. 47,880 ആൻഡ് 4800 എന്നുള്ള പോയിന്റ്സ്. സോ 47,880 എന്നുള്ള ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 700 എന്നുള്ള പോയിന്റ്സ് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് അതിന്റെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, അതായത് 500 എന്നുള്ള പോയിന്റിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ ആ രണ്ട് ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ഓൺ ദ അപ്പർ സൈഡിൽ 810 എന്നുള്ള ലെവലിന്റെ മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ അടുത്തതായിട്ട് മാർക്കറ്റിൽ വരാൻ പോകുന്ന ഹഡിൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിനാണ് 300 എന്നുള്ള ലെവലാണ്. 300ന്റെ മുകളിലേക്ക് മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് 500 എന്നുള്ള ലെവൽ വരെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. 450, 500 ആൻഡ് അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് തന്നെയുള്ളത്. സോ ആ ഒരു ലെവലിലെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലെ സ്റ്റോക്കുകൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നല്ല അപ്പ് തന്നെയായിരുന്നു. ബട്ട് ഈ ഒരു എക്സ്പയറി ആയതുകൊണ്ട് മാത്രം അവർ പ്രീമിയം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. സോ നാളെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ മൊമെന്റം ഉണ്ടാവാനുള്ള സാധ്യത ഹൈ ആണ്. എഗെയിൻ ഗ്യാപ്പ് ഡൗൺ ഒക്കെയാണ് ഉണ്ടാവുന്നതെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയിൽ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ എഗെയിൻ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് ഉണ്ടാവുന്ന ബൈയിങ് മൊമെന്റം എന്ന് പറയുന്നത് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഷാർപ്പ് ബൈയിങ് ക്യാൻഡിൽസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവന്തോ ഇവിടെ ആവട്ടെ ഈ ഒരു ക്യാൻഡിൽ ആവട്ടെ ഇതാവട്ടെ ഒക്കെ നമുക്ക് ഷാർപ്പ് ബൈയിങ് ക്യാൻഡിൽസ് ആണ് കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂഷൻ മൊമെന്റം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ട് ഷോർട്ട് ട്രേഡിലേക്ക് ചാടി കയറാണ്ടിരിക്കുക, പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു പ്രോപ്പർ പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് അതിന്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോഴോ മാത്രം ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം. എഗെയിൻ ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഇവിടുന്ന് ഈ ഒരു മൊമെന്റത്തിന്റെ ഫോളോ ത്രൂ ഉണ്ടാവും. കാരണം ഇവിടുന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്ത്, അതായത് പുതിയ പൊസിഷൻസ് ഇൻട്രാഡേയിൽ ബിൽഡ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് മൊമെന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഏറ്റവും ബെസ്റ്റ് ട്രേഡ് വരാൻ പോകുന്നത് ഈ റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെയായിരിക്കും ഏറ്റവും നല്ല ട്രേഡ് നമുക്ക് വരാൻ പോകുന്നത്. നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മൊമെന്റം നമുക്ക് വരാൻ പോകുന്നത്. ഇനി എന്താണ് നമ്മൾ സെൻസെക്സിൽ നാളെ നമ്മുടെ എക്സ്പയറി ആണ്. എന്താണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സെൻസെക്സിൽ? സെൻസെക്സിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റി എന്താണോ ചെയ്യുന്നത് ആ ഒരു ലെവൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി പെർഫോം ചെയ്യുന്നത്, സെൻസെക്സും പെർഫോം ചെയ്യുന്നത് അല്ലേ. സോ സെൻസെക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 74,120 എന്നുള്ള പോയിന്റ് ആണ്. ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലാണ്. 73,950 എന്നുള്ള പോയിന്റുമാണ്. സോ ഈ ഒരു രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക. ഈ ഒരു രണ്ട് ലെവലിന്റെ താഴെ മുകളിലായിട്ടായിരിക്കും മൊമെന്റം ഉണ്ടാവുക. ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പയറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റം നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാന്നുള്ളതാണ്. ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്? HDFC ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,1450 എന്നുള്ള ലെവല്. സോ ഈ ഒരു ലെവല് ക്രൂഷ്യലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു പോസിറ്റീവ് ബയാസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുവരെ ഉള്ളത് ചെറിയൊരു അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റം നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് മുകളിലേക്ക്
പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ക്ലിയർ പോസിറ്റീവ് ബയാസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഇവിടുന്ന് ആയിട്ട് ഒരു ട്രെൻഡ് ലൈനിന്റെ മാർക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിന്റെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു മൊമെന്റം താഴത്തേക്ക് കാണാൻ സാധ്യതയുണ്ട്. സോ ആസ് ഓഫ് നോ ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ തന്നെയാണ്, അതായത് പിന്നെ 1435 എന്നുള്ള പോയിന്റ് ആണ്. സോ 1435നെയും ഈ ഒരു ട്രെൻഡ് ലൈനെയും ഒരുമിച്ച് ബ്രേക്ക് ഡൗൺ തരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൊമെന്റം താഴത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ICICI ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ICICI നല്ല രീതിയിലുള്ള മൊമെന്റം ഇന്ന് കാണിച്ചിട്ടുണ്ട് രാവിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതിനുശേഷം ചെറിയൊരു ചോപ്പിനെസ് കാണിച്ചു തന്നെ ഉള്ളൂ. സോ 1110 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക. അപ്പർ സൈഡിൽ 110 താഴെ മുകളിൽ പോയി കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റം എഗെയിൻ ഉണ്ടാവും. എഗെയിൻ താഴത്തേക്ക് നോക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 1090 എന്നുള്ളതാണ്. 1090യുടെ താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ. എഗെയിൻ എന്താണ് നമ്മൾ പിന്നെ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്ക് രാവിലെ മുതൽ നല്ല പുഷായിരുന്നു തന്നുകൊണ്ടിരുന്നു അല്ലേ. സോ 1120 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 1120യുടെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ എന്താണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് 1750 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 1750 താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെ IT സെക്ടറിന്റെ കാര്യം. ഇന്ന് എന്തായിട്ടുണ്ട്, ഇന്നലെ നല്ല വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട്. ഇന്ന് എഗെയിൻ നല്ല ഒരു ഷാർപ്പ് അപ്പർ സൈഡിലേക്കുള്ള മൂവ് തന്നിട്ടുണ്ട് അല്ലേ. സോ എഗെയിൻ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 1610 എന്നുള്ള 1600 എന്നുള്ള പോയിന്റ് ആണ്. സോ അതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് TCS നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ബേസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 4035 എന്നുള്ള പോയിന്റ് ആണ്. 4035ന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ട് റിക്കവറി നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. സോ ആസ് ഓഫ് നോ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 2980 തന്നെയാണ്. ബട്ട് അപ്പർ സൈഡിലേക്ക് നമ്മൾ വാച്ച് ചെയ്യുന്നത് 3012 എന്നുള്ള ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്ക് ഒരു മൊമെന്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാളെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ വീഡിയോ വരുന്ന ദിവസം, മഹാശിവരാത്രി ആയതുകൊണ്ട്. സോ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോയുടെ ടോപ്പിക്ക് താഴെ കമന്റ് ആയിട്ട് ചെയ്യാം, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കാനും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോകളിലേക്കും നിങ്ങളുടെ കമന്റുകൾ എന്താണെന്നുണ്ടെങ്കിലും രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.